ഹലോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പാചകം ആരാന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്ന് ചേട്ടനാണ് പാചകം ഏറ്റെടുത്തിരിക്കുന്നത്. ചീനി അമരയ്ക്ക തോരനും ബീൻസ് മെഴുക്ക് വരട്ടിയുമാണ് ചേട്ടൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചീനി അമരയ്ക്ക സാധാരണ രീതിയിൽ തോരൻ വയ്ക്കുമല്ല, തേങ്ങ വറുത്തരച്ചിട്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. കല്യാണത്തിന് മുന്നേ ഇത് ചേട്ടൻ്റെ ചേച്ചിമാരിൽ നിന്നും അമ്മയിൽ നിന്നുമൊക്കെ കണ്ടു പഠിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേങ്ങ വറുക്കുവാണോ? കറിവേപ്പില ഇട്ടോ? അത്രയും ബീൻസിന് ഇത്രയും തേങ്ങ വേണോ? ബീൻസ് അല്ലല്ലോ. സോറി, ചീനിമരയ്ക്ക. ചീനിയമരയ്ക്ക ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. ഈ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി. ചീന്നൊന്നും പറയാൻ പറ്റത്തില്ല, അളവ് പറയണം. ഇത് എത്ര തേങ്ങ എടുത്തു? ഇതൊരു കാൽമുറി ഉണ്ടോ? ഒരു 3 ടേബിൾ സ്പൂൺ കാണും അല്ലേ? 3-4 ടേബിൾ സ്പൂൺ കാണും തേങ്ങ അല്ലേ? തേങ്ങ നല്ലപോലെ വറുക്കണോ? വേണ്ട, പച്ചപ്പൊന്ന് പോണം. ഇത് ചേട്ടൻ അവരിങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നോ? ഇത്ര കറക്റ്റ് ആയിട്ട്? എനിക്കിതൊക്കെ അറിയാം. അവര് കണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പൊ ഈ ഞാനും ഇങ്ങനെ പാചകം ചെയ്യുന്നത് വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കരുതായിരുന്നു? അപ്പൊ അതും ചെയ്യായിരുന്നല്ലോ. അതെന്താ ഒരു ചിരി വന്ന് കളഞ്ഞ ആ മുഖത്തപ്പോഴേ? അത് ചിരി വറക്കട്ടെ, മുളക് പൊടി വരട്ടെ. എൻ്റെ അടുക്കലാണോ ചോദിക്കുന്നത് മുളക് പൊടി വരട്ടെയെന്ന്? ഇട്ടൊന്ന് മൂക്കണ്ടേ? അല്ല, മുളക് പൊടി മൂക്കാൻ അധികം സമയം വേണ്ട. ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. പക്ഷേ തേങ്ങ ഗോൾഡൻ കളർ ആവണോ? ഒത്തിരി ബ്രൗൺ കളർ ആകരുത്. ഗോൾഡൻ കളർ ആവണോ? ചേച്ചിയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ടേ ഞങ്ങൾ എങ്ങനെ എല്ലായിരുന്നല്ലോ ചെയ്തേ, ഇവൻ ഇതെപ്പോഴാ കണ്ടതെന്ന് പറയൂ? അങ്ങനെ പറയത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇതൊരു വിധം ഗോൾഡനായിട്ട് വരുന്നുണ്ട് അവിടെ ഇവിടെ. ചേട്ടൻ ഇളക്കിക്കോ, നല്ലപോലെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ മുളക് പൊടി ഇടാം. അപ്പൊ പിന്നെ ഒരു എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സഹായിക്കാന്ന് പറയുന്നത്. എന്ത് എക്സ്പീരിയൻസ് കുറവാണ്. ഒരു നുള്ളു മുളക് പൊടി ഇടും. ഒരു നുള്ളു മതിയോ? ഒത്തിരി ഉണ്ട്. മതിയോ? ഇതൊരു പിഞ്ച് ആവുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടെ വേണ്ടേ? വേണോ? ഇച്ചിരി കൂടെ വേണമെന്നില്ല. കളറുണ്ട്. അല്ലേ, ഇതിന് എരിവ് വേണ്ട ഇല്ലേ? വേണ്ട. ഇച്ചിരി കൂടെ വേണ്ടേ? ഒരു പൊടി കൂടി ഇട്ടോ, ഒരു പൊടി മതി. അതൊരു ചെറുത്, ഒരു നുള്ള് ഇല്ലേ? ഒരു നുള്ള് മതിയോ? കളറ് വേണ്ടേ? കളറൊക്കെ ഉണ്ടാവും. നമ്മളത് തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇളക്കുന്നത് അല്ലേ? ഇതിനകത്തൊരു ചെറിയ ചൂടുണ്ടല്ലോ. ഉണ്ട്, ചെറിയ ചൂടല്ല, നല്ലപോലെ ഉണ്ട്. ഇനി എന്തോ ഇടുന്നേ? ഗരം മസാലപ്പൊടി. എത്ര ഇടുന്നേ? ഒരു നുള്ളോ അതോ 2 നുള്ളോ? ഒരു കാൽ ടീസ്പൂൺ ഇട്ടില്ലേ? അത് ഈ മസാല കൂടിയ നെഞ്ചരിക്കത്തില്ലേ? അതില്ല, എന്നാലും ഒരു മണത്തിന്. അപ്പൊ അത് റെഡിയായി. ഇനി ഇത് വാങ്ങട്ടെ. എണ്ണ ഒഴിച്ചില്ലേ? ചേട്ടൻ ആദ്യം കടുക് ഇടുവോ അതോ മുളക് ഇടുവോ? ഞാൻ ആദ്യം കടുക്. ആര് പറഞ്ഞാൽ ആദ്യം കടുക് ഇടണം? ആദ്യം ഏത് കാര്യത്തിനും കടുവ ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ മുളക് ഇടാവും. അതൊക്കെ അറിയാം. പക്ഷെ ഞാനായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെന്നറിയോ? ഈ ഇപ്പുറത്ത് തേങ്ങയും വറുക്കും, അപ്പുറത്ത് തോരൻ വേവിക്കുകയും ചെയ്തേനെ ഞാനാണെങ്കിൽ. എന്തൊക്കെ ചോദിക്കുന്നേ? ഇട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഓരോന്നായിട്ട്
പ്രത്യേകം കാണിച്ചോണ്ടിരിക്കുന്നത്, ആണോ? ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എക്സ്പീരിയൻസിന്റെ പ്രശ്നമല്ല, ഇല്ലേ? അല്ല കരിയപ്പല ഇടുക. കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുമോ? തോരനരിഞ്ഞതില്ലേ? ഓ, ആ തോരൻ വയ്ക്കുന്നതിൻ്റെ ഒരു പവറേ ഒരുപാടുണ്ട്. തേങ്ങ തികയൂ? ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഈ ചീനമരക്കായ്ക്ക് ഇച്ചിരി വേവുള്ളതാണ്. ഇതിപ്പോൾ എത്ര ഗ്ലാസ് വെള്ളമാണ്? ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കാണും. അര ഗ്ലാസ്? ഇത് അര ഗ്ലാസ് വെള്ളമാണോ? ഇത് ഒരു ഗ്ലാസ് വെള്ളമായി. ആ, ചേട്ടൻ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്ത് ഒഴിക്കുക അല്ലേ? ഓ, ചേട്ടന് സ്റ്റൈലൊന്നുമില്ല അല്ലേ? ഇതടയ്ക്കുന്നത് ഈ അടച്ചിവനൊന്ന് ആവില്ല. ഞാൻ പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യും. മറന്നു പോയോ? ഓ, എന്തോ കൂടെ ഇത് പാചകം ചെയ്യാൻ പറ്റാതെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അയ്യോ, മുളക്. പക്ഷെ പാചകം ഇപ്പോഴാണ് ഓർത്തത് ഉപ്പിടട്ടെന്ന്. ഉപ്പിട്ടില്ലെങ്കിലേ കഷ്ണത്തിന് പിടിക്കത്തില്ല. നീ അടുത്ത് ബീൻസ് മെഴുക്ക് വരട്ടാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ബീൻസ് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇനി അത് തവയ്ക്കകത്തോട്ട് ഇടുക. ഒരു ലേശം വെള്ളവും ഉപ്പും കൂടെ ഒഴിക്കുക. വെന്ത് അത്ര അര അടുത്ത ഇച്ചിരി ഉപ്പിടുക. ഗ്യാസ് കത്തിച്ച് കൊടുക്കുക അല്ലേ? ഇച്ചിരി വെള്ളം കൂടെ വേണ്ടേ? പോയില്ല, വേവുണ്ട് ഇതിനിടയ്ക്ക്. ഉപ്പുണ്ടോ നോക്കി. ഷുഗറിന് നല്ലതല്ലേ? പിന്നെ എന്ന് തുടങ്ങിയ മഴയായത്? ഓ, ഇത് എന്ന് തീരുമോ എന്തോ ഈ മഴ. ഇല്ല, പൊടിയൂടെ അതാ പറഞ്ഞു. അയ്യോ,
തേങ്ങ ഇടാറായില്ലേ? ഇച്ചിരി കൂടെ ഒരു സ്വല്പം കൂടെ വെള്ളം വന്ന് ഈ തേങ്ങ ഇപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് കൂട്ടത്തിൽ കിടന്നൊന്ന് ഇണങ്ങി ചേരും. എന്നാ ഇട്ടേക്കാം. പിന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പറയുമ്പോൾ അനുസരിക്കാന്നുള്ളത് മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് ശരിയാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. എന്താ പറഞ്ഞൊന്ന് പൊങ്ങി പോകണ്ട, താഴെയൊക്കെ നിന്നാ മതി. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കുക. അരഞ്ഞു പോയ ചേട്ടന് നല്ലപോലെ ഇളക്കണം. തീ ഓഫ് ചെയ്താട്ടെ. അല്ലല്ല, തേങ്ങ ഇട്ടായിരുന്നു, ഇട്ട് അടച്ചു വെച്ചായിരുന്നു. പിന്നെ നീ കറിവേപ്പില ഇടുന്നില്ലേ? ഇല്ല, ഇട്ട് വേണ്ട. നീ കരിയപ്പോഴും അപ്പം നമ്മുടെ ചീനിമരയ്ക്ക് തോരൻ റെഡി. പ്രത്യേകം ടേസ്റ്റ് ചെയ്തോ? മുള പാചകം ഇപ്പൊ കൈ പറയുന്നില്ല കേട്ടോ, ഇപ്പൊ കൈ പറയുന്നില്ല, ഇപ്പൊ കൈ പറയുന്നില്ല. കമന്റ് എഴുതണം. ഓളുണ്ട്, ഓള് ഈ സാധനം എണ്ണ എനിക്ക് ചോറുണ്ണാൻ തോന്നി. നീ എന്താ ചെയ്യാൻ ഈ മുളക് പൊടി ഇടാൻ പോ. മുളക് ഇച്ചിരി എന്ന് പറയുമ്പോ ഒരു ടീസ്പൂൺ വേണം. വേണം, എന്നാലും ഒരു ടീസ്പൂൺ ആയില്ലല്ലോ. ആയിട്ടില്ല. ചേട്ടൻ കുടയൊന്നല്ലാതെ വീഴുന്നില്ലല്ലോ. ഇപ്പൊ ഒരു ടീസ്പൂണായി. ഇച്ചിരി മസാല പൊടിച്ചത്, ഗരം മസാല. എത്ര, ഒരു 1/4 ടീസ്പൂൺ വേണോ? 1/4 ടീസ്പൂൺ. ചേട്ടന് കൈ അളവാണോ? എല്ലാം സ്പൂൺ അളവ് അറിയത്തില്ല. 1/4 ടീസ്പൂൺ. ഓ, പണ്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, അത് കണ്ട് പഠിച്ചതല്ലേ. ഇച്ചിരി മുളക് പൊടിയുടെ വേണം. ഇച്ചിരി മുളക് പൊടിയുടെ വേണം. സ്വല്പം വെച്ച്. അപ്പൊ പിന്നെ നമ്മൾ എത്രയാണ് ഇട്ടിരുന്നത്? നമ്മൾ ഒരു ടീസ്പൂണ്. അപ്പൊ 1.5 ടീസ്പൂൺ വേണ്ടി വരും. നന്നായിട്ടോ. മഞ്ഞപ്പൊടി ഇട്ടോ? ഇല്ല, അത് വേണ്ടേ? മഞ്ഞപ്പൊടി ഇട്ടേക്കാം. അപ്പൊ 1.5 ടീസ്പൂൺ ആയില്ലേ? അതൊരു 2 നുള്ളു മതി അല്ലേ? മൊരിയട്ടെ. ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. പപ്പടം വീട്ട് വരട്ടെ. അങ്ങനെ മൊരിഞ്ഞോണ്ടിരിക്കുക.
തോരൻ, പോരെ കൃത്യമായിട്ടെ സാറ്റിസ്ഫാക്ഷൻ കാണിച്ച് ഓക്കെ റെഡി. ഓഫ് ചെയ്തല്ലോ അല്ലേ? ഭാര്യമാർക്കൊന്ന് വയ്യാതായാൽ അവർക്ക് താങ്ങാവണം അവരുടെ ഭർത്താക്കന്മാർ. ഇന്നത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലും കാറിൻ്റെ വലിപ്പം കുറയുന്നതിൻ്റെ പേരിലും അങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ ബന്ധം പിരിയുകയും ആത്മഹത്യ ചെയ്യുകയും ജീവിക്കാൻ പറ്റാത്ത പരിതസ്ഥിതിയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ കുട്ടികളുടെ അവസ്ഥ ദൈവം മാറ്റി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മെഴുക്ക് പുരട്ടി മൊത്തം നമ്മളെടുത്ത് ശകലവും വയ്യായിരുന്നു. പക്ഷേ അച്ഛൻ്റെ തോരനും മെഴുക്ക് പുരട്ടിയുടെ മണം കേട്ടപ്പോൾ, ഒരു മണം വന്നപ്പോൾ എന്നാ ഉണ്ണാന്ന് തോന്നി. മെഴുക്ക് പുരട്ടി പപ്പടമൊക്കെ എടുത്ത് നേരത്തെ. ഉപ്പുമൊക്കെ കറക്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.